കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഈ ചാനലിൽ. ഇങ്ങനെ പറയാൻ കാരണമുണ്ട് കേട്ടോ. എനിക്കൊരു കുട്ടി ചാനലുണ്ടായിരുന്നു, അതിലൊരു 100 സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു 100 സബ്സ്ക്രൈബേഴ്സാണെന്നൊക്കെ പറയാം. കാരണം ഈ ജോലി തിരക്കിനിടയ്ക്കും ഒക്കെ ഞാൻ വീഡിയോ സബ്സ്ക്രൈബേഴ്സ് ഒരു വർഷം കൊണ്ട് തുടങ്ങിയ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതായിരുന്നു ഈ ഒരു 100 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അത് പോയി. അതെൻ്റെ തെറ്റാണ്. ഫോണിൽ ആണ് ഞാൻ എൻ്റെ ഫോണ് പോയപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലും പോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു വിഷമമുണ്ട്. അത് ഈ 1 മില്യനൊക്കെ ചാനലുകളൊക്കെ അടിച്ചൊക്കെ പോവില്ലേ, അതുപോലെ അത്രയും വേദന ഇത് വരത്തില്ലെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടൊരു കാര്യം തുടങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം പെട്ടെന്ന് അങ്ങോട്ട് അതങ്ങ് സ്റ്റോപ്പായി അത് എങ്ങനെ റിക്കവർ ചെയ്തിട്ടും കിട്ടുന്നുമില്ല. പോട്ടെ, എന്തൊക്കെ തരണം ചെയ്തിരിക്കുന്നു, പിന്നെയല്ലേ ഒരു ചാനൽ എന്ന് തുടങ്ങി ഞാൻ വിചാരിച്ചു പുതിയ ചാനൽ പറഞ്ഞേക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് എൻ്റെ വീട് കിടക്കുന്നത് രാത്രി. കാരണം എനിക്ക് 2 മക്കളാണ് കേട്ടോ. ട്വിൻസാണ് അവർ രണ്ടുപേരും. മോൻ നിവാൻ. 2 പേർക്കും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കിയിടും. അപ്പോൾ രാത്രിയാകുമ്പോൾ എനിക്കൊന്ന് കിടന്നാൽ മതിയാന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ഇങ്ങനെയാണ് കിടക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ഒതുക്കി പറക്കി വെച്ച്, പിന്നെ കുഞ്ഞു മക്കളല്ലേ, അവർ എഴയാനൊക്കെ തുടങ്ങും, ഓരോ സാധനങ്ങളെടുത്ത് വായിൽ വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് എന്നും മോപ്പ് ചെയ്യും, എന്നും തുടച്ചിട്ട് അപ്പോൾ ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, മണി 5 ആയിട്ടുള്ളൂ. അവരെന്തിനാ എഴുന്നേറ്റെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചോദിക്കുന്നത് കുറവൊന്നും വേണ്ടേ. പിന്നെ അവനെ ഞാൻ ബാഗിൽ വെച്ചുകൊണ്ടാണ് കുക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം ചേട്ടനൊരു 7 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു തരണം. അപ്പം ആശാന് ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി അവനെ ഉറക്കിക്കൊണ്ട് കിടത്താം. ഇവരെ വെച്ചുകൊണ്ട് ഈ ബാഗും വെച്ചുകൊണ്ട് നമുക്ക് കുക്കിങ്ങൊക്കെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വലുതായിട്ട് കട്ടിങ്ങോ അങ്ങനെ പാത്രം കഴുകാനോ ഒക്കെ പാടാണ്. അവരിപ്പോൾ നേരത്തെ തെറിക്കത്തുണ്ടല്ലോ, എന്താണ്. അപ്പോൾ അടുത്ത ആൾ എഴുന്നേറ്റ് വന്നു. ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ഉരുളക്കിഴങ്ങ് കറിയും കുറച്ചും മുട്ടയുടെ വെള്ളയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ അത് അടുത്ത ആളെ എഴുന്നേറ്റ് വന്ന് അടുത്ത കുച്ചരം കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തോ അമ്മ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവനെ ഉറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് കിടക്കിയത്. അപ്പൊ അവന് എഴുന്നേറ്റു, അവളെ എഴുന്നേറ്റ് വന്നല്ലോ. ഇനി അവൻ കുറച്ചു നേരം ഇതുപോലെ കാര്യമൊക്കെ പറഞ്ഞോണ്ട് കിടക്കും. ഗുഡ് മോർണിംഗ്. ഓക്കെ പരിഹാരം ഉണ്ടാക്കാം. ഇവിടെ പൊന്നി ചക്കര പൊന്നാണോ, അവിടെ പൊന്നാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആണ്, ഗുഡ് മോർണിംഗ് ആണ് തകരക്കുത്തിയുടെ തകരക്കുത്തി. ഗുഡ് മോർണിംഗ് ആണ് പൊന്നാരി. കൊച്ചു 2 പല്ലൊക്കെ ഉണ്ട് നമുക്ക്. അല്ല പിന്നെ അപ്പോൾ ഇവരെ ഒന്ന് സെറ്റിലാക്കിയതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ മോൾ എഴുന്നേറ്റ് കളിക്കുന്നുണ്ട്. മോനൊന്ന് ഉറക്കത്തിലേക്ക്, ചെറിയൊരു മയക്കത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചു വിളക്കൊക്കെ കൊടുത്തു ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം എന്ന് വിചാരിച്ചു. അവൾ പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോയി ഒന്ന് പ്രാർത്ഥിച്ച് മൈൻഡൊക്കെ ഒന്ന് ശാന്തമാക്കി. ചില നേരത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വരും. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എല്ലാം ചെയ്യണം, ഇവരെയൊക്കെ അറിയാനൊക്കെ തുടങ്ങുമ്പോൾ വിഷമമൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ അവർക്ക് വേണ്ടി കുറുക്കുണ്ടാക്കാൻ പോവാണ്. എന്തിനാ ടേബിൾ ഞാൻ സൈഡിലൊക്കെ വെച്ചാൽ അവിടെയാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാറ്റ് വിരിച്ച് കിടത്താറൊക്കെ. അപ്പം അതിൽ കിടക്കുമ്പോഴായിരിക്കും അവർ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് കിടക്കും. ചിലപ്പോൾ ഇരിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ചെറുതായിട്ടൊക്കെ വീഴൊക്കെ ചെയ്യില്ല. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് തറയിൽ ഇടുമ്പോൾ ഫ്ലോറിലൊക്കെ ഡയറക്റ്റ് ഇടുമ്പോൾ അവർക്ക് തലയൊക്കെ വേദനിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് ആ മാറ്റിൻ്റെ പുറത്തായിട്ട് എടുക്കുന്നത്. അപ്പം അടുത്ത ആൾ ബാഗിൽ കയറിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആ ബാഗിൻ്റെ ഒരു ഇതുകൊണ്ട് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇതാ ചെറിയ ഒരു സ്നാപ്പ് മാത്രമേ എടുത്തുള്ളൂ. ഇച്ചിരി ഇങ്ങോട്ട് ഉറങ്ങിയിട്ട് അത് അവ എഴുന്നേറ്റ് കരയാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ രണ്ടുപേരും ഒരുമിച്ചെടുക്കുക അല്ലാതെ ഒരു വഴിയില്ല. ചിലപ്പോഴൊക്കെ അല്ല, മിക്കവാറും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അവർ നന്നായിട്ടൊന്നും ഇപ്പോൾ ഉറങ്ങില്ല. അപ്പോൾ ഇനി വന്നിട്ട് രണ്ടുപേരെയും കൂടി എടുത്തുകൊണ്ട് നടക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പം മോൾക്ക് ചെറുതായിട്ട് അവൾ ആദ്യം തൊട്ടേ ഇരിക്കുമല്ലേ, അപ്പം ആ ബാഗിലിരുന്ന് അവൾക്ക് ഇച്ചിരി ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവളെ ഉറക്കി അവളെ കിടത്തിയിട്ട് അവനെ എടുത്തുകൊണ്ട് അടുത്ത ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണമല്ലോ. പിന്നെ മോനിപ്പോൾ കുറച്ച് നേരം കൊണ്ട് ഉറങ്ങുന്നുണ്ട്. അവൻ ചിലപ്പോൾ നന്നായിട്ട് കിടന്നോളും, കുറച്ച് നേരം കളിച്ചോളും. ആ സമയത്ത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ ഒരുപാട് പ്ലാൻ ചെയ്യും. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കത്തില്ല. അവരുടെ മൂഡ് പോലെ ഇരിക്കുമല്ല. അപ്പോൾ മോൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ ഒന്ന് പതിയെ കിടത്താനായിട്ട് പോവാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ബാഗൊക്കെ ഉള്ളത് എന്ത് അനുഗ്രഹമാണെന്ന് അറിയാമോ. പണ്ടൊക്കെ ഉള്ള ആൾക്കാർ എന്തുമാത്രം ബുദ്ധിമുട്ടി കാണും. നമ്മളൊക്കെ എത്ര ലക്കാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. നമുക്ക് ചില സമയത്ത് നമ്മൾ ഡൗൺ ആവുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു അതായത് ചില നേരത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡാവുമ്പോൾ എനിക്കങ്ങനെ തോന്നാറുണ്ട് പണ്ടുള്ളവർ ഇതിനേക്കാൾ എന്തൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കൂട്ടുകുടുംബമാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ കാണുമായിരിക്കും ഇല്ലേ. എന്നാലും അവരൊക്കെ മാനേജ് ചെയ്തിട്ടല്ലേ നമുക്ക് അതിൻ്റെ പകരം ഇപ്പോൾ ബാഗും അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ബാങ്ങും ബൂസ്റ്റപ്പ് ആവും. പിന്നെ ഈ സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കുട്ടികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരിടയ്ക്കൊക്കെ കുറച്ച് വാശിയൊക്കെ കാണിക്കാറുണ്ട്, എന്നാലും അവർ മാക്സിമം അഡ്ജസ്റ്റബിളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത അവൻ ബാഗിനകത്ത് കയറിയിട്ടുണ്ട്. ഈ ബാഗ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും കേട്ടോ. എന്നിട്ട് അവനൊന്ന് മുടി ഇടയ്ക്കിടയ്ക്ക് നനഞ്ഞിരിക്കുന്നുണ്ട്. മുടി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളകി വീഴും. കെട്ടി വെക്കാനും പറ്റുന്നില്ല, കെട്ടി വെച്ചേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ കേട്ടോ. പക്ഷേ ഇവർക്ക് നമ്മളോട് എപ്പോഴും ഒരു ഐ കോണ്ടാക്റ്റ് കാണുകയും ചെയ്യും. അതുകൊണ്ട് ഇത് ഏറ്റവും നല്ലതാണ് ബാഗ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം അവൻ എഴുന്നേറ്റതല്ലേ ഉള്ളൂ, കുറച്ച് നേരം അവനെ ഒന്ന് കാമാക്കി കഴിഞ്ഞാൽ പിന്നീട് അവൻ കിടന്ന് കളിച്ചോളും. അപ്പോൾ അതിനെന്തായാലും ബാഗ് ഇരുത്തുക അല്ലാതെ വഴിയില്ല. നമ്മുടെ പണിയും നടക്കും, വളരെ സ്പീഡ് നടക്കുമെങ്കിലും ഒരുവിധം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും പണികൾ നടക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ അവനവിടെ കിടത്തിയിരുന്ന് അവളെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് റാഗി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ റാഗിയാണ് കൊടുക്കുന്നത്. അപ്പോൾ റാഗിക്ക് വേണ്ടിയിട്ട് റാഗി വെള്ളത്തിലിട്ട് രാവിലെ തന്നെ വെച്ചിരിക്കും. ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ എടുത്ത് വെച്ചേക്കും. അപ്പോൾ അത് നന്നായിട്ട് കോവുന്നിരിക്കും കേട്ടോ. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് അതിന് കുറുക്കിയെടുക്കും. എൻ്റെ അടുക്കള കിടക്കുന്ന കണ്ടോ ഗൈസ്. അല്ല ഇനി പെട്ടെന്ന് ഞാൻ, കാരണം അവനെ വെച്ചുകൊണ്ട് എനിക്കൊരിക്കലും ക്ലീൻ ചെയ്യാനും പാത്രം കഴുകാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്നത് കുക്ക് ചെയ്യും. പിന്നെ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, കാരണം 5 മണി തൊട്ട് എഴുന്നേറ്റിട്ട് ഇപ്പോൾ ഏതാണ്ട് 9-9:30 ആയി, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തലയെ കറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇവരെൻ്റെ കണ്ണിൽ വെച്ചുകൊണ്ട് എനിക്ക് എല്ലാവരും പിള്ളേർ വലിച്ചിറക്കുവാണ്. നീ കുട്ടി നീ ചിരിച്ച പോന്ന നീവോ അത് വായിൽ വെച്ച് അങ്ങനെ ചിരിക്കുന്നത് കാണാൻ പറ്റും. അതെടുത്ത് മാറ്റിയാണ് നോക്കിട്ട് കണ്ണ ചിരിച്ച പിന്നെ. ഓ ഭയങ്കര ഗൗരവക്കാരനാണ്, ആറ്റിറ്റ്യൂഡാണ്. നീവോ എന്ത് ഓക്കെ കാര്യമൊക്കെ പറഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം. നടത്തിയിരുന്ന എൻ്റെ മകനാണ് കഴിക്കുന്നത്. എന്നിട്ട് ഇതാണ് മെയിൻ പരിപാടി. ഇങ്ങനത്തെ മാറ്റ് മേടിക്കുന്നവരുടെ പ്രധാന ശ്രദ്ധയ്ക്ക് ഇത് ഒട്ടും പറ്റത്തില്ല. ഒരു 2-3 വീക്കൊക്കെ പറ്റുള്ളൂ. ഇതിനല്ലാത്ത നല്ല മാറ്റുകളുണ്ടോ എന്ന് സജസ്റ്റ് ചെയ്യണം. ഞങ്ങൾ 2 മാറ്റ് ഇതുപോലത്തെ മേടിച്ച്, രണ്ടും ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ അവർക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മുടെ റാഗി കൊടുത്തിട്ട് ഇവരെ ഒന്ന് ഫ്രഷപ്പാക്കി ഉറക്കാനായിട്ട് നോക്കാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 പേർക്ക് റാഗി കൊടുത്ത് കുറച്ച് നേരം കളിക്കാനായിട്ട് വെക്കണം അവരെ. അപ്പോൾ റാഗി എടുത്തിട്ട് വരാം. എന്താണ്
നിവോ എന്തിനു ദേഷ്യപ്പെടണേ? ഇതൊക്കെ കൂരവ് കഴിച്ചതിൻ്റെ സിഗ്നലുകളാണ് കേട്ടോ. ഇനി ഇവരൊന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് ക്രീമൊക്കെ ഇട്ട് സുന്ദരന്മാരാക്കിയിട്ട് വരാം. അപ്പം ആദ്യം ഏവനെ കൊണ്ടുപോകാം. അതിനു മുമ്പ് അവളെ എടുത്ത് നമുക്ക് കട്ടിലിൻ്റെ അകത്താക്കി കൂടടയ്ക്കാം. ഇല്ലെങ്കിൽ പാടാണ്. എന്തെങ്കിലും എടുത്ത് കഴിച്ചാൽ നമ്മൾ അറിയത്തില്ല. എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതാണ് പ്ലാസ്റ്റിക്കാണ് കേട്ടോ പേടി. അതുകൊണ്ടാണ് ഞാൻ ഒരു ഷീറ്റ് വിരിച്ചിട്ട് കിടത്തുന്നത്. ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇവരതിനകത്തോട്ട് കിടത്തിയത്. എനിക്ക് തോന്നുന്നു എനിക്കിച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡയപ്പർ ചേഞ്ചിങ്ങും വൃത്തിയാക്കൊക്കെ ഒക്കെയാണ്. വേറൊന്നും കൊണ്ടല്ല, രണ്ടുപേരെയും ഒരുമിച്ച് കുളിപ്പിച്ച് ഡയപ്പറൊക്കെ മാറ്റി ക്രീമൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ടയർഡാവാറുണ്ട്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മക്കളല്ലേ, കളിച്ചൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. അവരെ കളിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ ചെയ്യുമ്പോൾ ഒരാളെ നമ്മൾ കുളിപ്പിക്കാനും ഒക്കെ എടുക്കുമ്പോൾ അടുത്ത ആൾ ഭയങ്കര കരച്ചിലായിരിക്കും, വാശിയായിരിക്കും. ഇത് അവർ മിക്കവാറും ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വാശിയൊക്കെ ആയിരിക്കും അവർ കാണിക്കുന്നത്. എന്നാലും അവർ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു സൈഡ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവളും നല്ല വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ അവളെയും ഞാനൊന്ന് സമാധാനിപ്പിക്കണം. പക്ഷേ അവനെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാനേ പറ്റൂ. കാരണം അവനവിടെ കുളിച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് അവൻ അതിൻ്റേതായ കരച്ചിലുണ്ട്. അപ്പോൾ പാവം മോള് അതിൽ പിടിച്ച് നിന്ന് നോക്കുന്നുണ്ട്, എപ്പോൾ വരും അമ്മ വരും, എപ്പോഴെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ചില സമയത്ത് സങ്കടം തോന്നും കേട്ടോ. രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ കരയുമ്പോൾ നമുക്ക് അവിടെ ഇത് ചെയ്യാനും പറ്റില്ല, ഇവളെ എടുക്കാനും പറ്റില്ല. ഈ ഒരു അവസരത്തിൽ മാത്രം നമുക്ക് ചിലപ്പോൾ സങ്കടമൊക്കെ വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് ഓക്കെ ആവും. പിന്നെ അവർ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ചില്ല് ചെയ്യുന്നുണ്ട്. പാവം അവൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എപ്പം അവളെ ഞാൻ എടുക്കും എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞാൽ ഈ ബെഡ് റെയിൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടത് യൂസ്ഫുള്ളാണ്. കാരണം എനിക്ക് ഭയങ്കര ധൈര്യത്തോടെ അവരെ കട്ടിലിൽ കിടത്തിയിട്ട് പോകാൻ പറ്റും. ഒരു അത്യാവശ്യം വന്ന് കുറച്ച് വെളിയിലോട്ട് ഇറങ്ങണമെങ്കിൽ കൂടി എനിക്ക് വിശ്വാസത്തോടെ പോകാൻ പറ്റും കേട്ടോ. അതിൽ ഈ ഒരു സംഭവം വാങ്ങിച്ചതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി അടുത്ത ആളെ ഞാൻ വൃത്തിയാക്കുകയാണ്. ആ സമയത്ത് മറ്റേ ആൾക്ക് ഞാൻ പാലൊക്കെ കൊടുത്തിട്ട് ഉറക്കാനായിട്ട് കിടത്തിയിട്ടുണ്ട്. പക്ഷെ ഉറങ്ങുന്നൊന്നുമില്ല. രണ്ടുപേരും വന്ന് ഞാനും കൂടെ വന്ന് കിടന്ന് ഉറങ്ങിയാലേ അവർ ഉറങ്ങത്തുള്ളൂ. അപ്പം അടുത്ത ആളെ ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ ദിവസം അവരുടെ മൂഡ് കണക്കിരിക്കും. ചില സമയത്ത് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരിക്കും. ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പ്ലേഫുൾ മൈൻഡായിരിക്കും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്ന ദിവസമായിരിക്കും. അതവരുടെ ഒരു നേച്ചറല്ലേ, അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. മൈൻഡിൽ ഇങ്ങനെ ഓടിപ്പോയിട്ടിരിക്കുന്നത് കേട്ടോ. മോളെ ഞാൻ റെഡിയാക്കി അവളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾക്ക് ഭയങ്കര പാടാണ്, ഉടുപ്പിടാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ അവരൊക്കെ ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് പോയി. രാവിലെ തൊട്ടേ ബെഡിങ്ങനെ അലങ്കോലമായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെച്ച് റൂമൊന്ന് സെറ്റായതിന് ശേഷം അവരെ ഉറക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചേട്ടാ. ഇവരിനി ഉറങ്ങിയിട്ട് വേണം എനിക്കൊന്ന് ബാക്കി കുക്കിങ് തീർക്കാൻ. ഉറക്കിയതിന് ശേഷം നേരെ ഞാൻ അടുക്കളയിൽ ചെന്നിട്ട് ബാക്കി ചെയ്യാനുള്ള എല്ലാ കുക്കിങ്ങും ചെയ്ത് തീർത്തു. കാരണം ലഞ്ച് ടൈം ആകുമ്പോൾ ഹസ്ബൻഡിന് ലഞ്ച് കൊടുത്ത് വിടേണ്ട സമയമായി വരികയാണ്. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് മൊബൈലൊന്നും എടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള ഇതും കിട്ടിയില്ല. എല്ലാ ജോലിയും തീർന്നതിന് ശേഷമാണ് എടുക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ അടുക്കളയെ ഒന്ന് ക്ലീൻ ചെയ്ത് എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ ചെയ്തു. കാരണം ഒരു ഓട്ടപ്രദർശനമാണ്. അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രശ്നം വഷളാവും. അപ്പോൾ കുപ്പിയെല്ലാം ഞാൻ വെള്ളത്തിൽ ഇട്ട് ചൂടാക്കാനായിട്ട്, മീൻ പൊരിക്കാനായിട്ട് വെച്ചു. പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന മീൻ കറിയും അതുപോലെ ഒരു മീൻ വറ്റിച്ചത്, തലേ ദിവസത്തെ മീനെടുത്ത് വറ്റിച്ചു. പിന്നെ മരിച്ചീനി വെച്ചു കേട്ടോ. മരിച്ചീനി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കാം എന്നും പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. ഒരുപാട് വൃത്തിയാക്കാനോ ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഒക്കുന്ന പോലെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് റൊട്ടീൻ. ഇനി കുഞ്ഞുങ്ങൾക്ക് ലഞ്ചും കൂടി പ്രിപ്പയർ ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.